ദൈവനാമത്തിന് മഹത്വം. ഏവർക്കും നന്മ നിറഞ്ഞ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ. 2020 ക്രിസ്മസ് ദിനങ്ങളിലൂടെ നാം കടന്നു പോകുന്നു. പരിമിതികളുടെയും വേദനകളുടെയും മധ്യേയും ലോകരക്ഷിതാവായി പിറന്ന യേശുവിൻ്റെ തിരുജനനം ലോകത്തിന് പുത്തൻ ഉണർവ് നൽകുന്നു. നമുക്ക് പ്രാർത്ഥനയോട് ഈ ഗാനശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഏവർക്കും 2020 ക്രിസ്മസ് മംഗളാശംസകൾ. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സെന്റ് പോൾസ് മാർത്തോമ ഇടവകയുടെ ശാന്തസുന്ദരമായ ഈ ക്രിസ്മസ് രാവിലേക്ക് ഏവർക്കും സ്വാഗതം. മഞ്ഞിൻ കുളിരുള്ള ഡിസംബർ മാസം വന്നെത്തി. ദിവ്യ പൈതലിൻ്റെ തിരുപ്പിറവി ആഘോഷമാക്കുവാൻ നാമും ഒരുങ്ങിക്കഴിഞ്ഞു. പതിവിൽ നിന്നും മാറി വ്യത്യസ്തമായി ആഘോഷിക്കുകയാണ് ലോകം. COVID-19 പ്രതികൂല സാഹചര്യത്തിലും പ്രതീക്ഷയുടെ പൊൻവെളിച്ചം തൂക്കി നക്ഷത്ര വിളക്കുകൾ ഉയർന്നു കഴിഞ്ഞു. മനുഷ്യനായി ലോകത്തിലേക്ക് വന്ന ദൈവപുത്രനെ സ്വർഗീയ ഗീതികളാൽ നമുക്കും വരവേൽക്കാം. The opening song is a call to come and adore the King of Angels. It is a call to worship God with songs of triumph. Come, let us with one accord adore this child, none other than our Christ the Lord. ക്രിസ്മസ് രാവ് മണ്ണും വിണ്ണും ഒന്നായി ചേർന്ന് പാടുന്ന ഈ രാവിൽ നമുക്കും ഒന്നായി പാടാം. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും സർവ്വജനങ്ങളുടെയും ഹൃദയങ്ങളിൽ തങ്ങി നിൽക്കുന്ന മനോഹര ഗാനം. വിശ്വാസികളെ വാ തുഷ്ടമാനസരായി.
അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ക്രിസ്മസ് ആരാധനയുടെ അനുഭവമാണ്. ആരാധന ഹൃദയ അന്തർഭാഗത്ത് നിന്ന് തുളുമ്പുന്ന ദൈവിക ഉൾക്കാഴ്ചകളാണ്. ആട്ടിടയന്മാരും വിദ്വാൻമാരും നമുക്ക് മുൻപിൽ നൽകുന്നത് ആരാധനയുടെ സുന്ദര ഓർമ്മപ്പെടുത്തലുകളാണ്. ദൈവപുത്രന്റെ ജനനത്തിങ്കൽ സ്വർഗീയ സൈന്യം ദൈവത്തെ ആരാധിച്ചതുപോലെ നമുക്കും ആരാധനയോടുകൂടി ഈ ക്രിസ്മസ് ആരംഭിക്കാം. പ്രാരംഭ പ്രാർത്ഥനയ്ക്കായി ബഹുമാനപ്പെട്ട റവറൻഡ് ജോൺ പി ഉമ്മനച്ചനെ ക്ഷണിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യമുതലെന്നേക്കും തന്നെ ആമേൻ. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാൻ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉന്നതങ്ങളിൽ സ്തുതി. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെസ്സിഹാ തമ്പുരാനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെസ്സിഹാ തമ്പുരാനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെസ്സിഹാ തമ്പുരാനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടിതാവേ നിനക്ക് സ്തുതി. പാപികളായ ഞങ്ങളോട് കൃപ ചെയ്യുന്ന മെസ്സിഹാ രാജാവേ, നിനക്ക് സ്തുതി. പാപിക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടത്തിൽ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സന്ധ്യയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ അന്ത്യോളം അവിടുത്തെ ദിവ്യകൃപയിൽ ഞങ്ങളെ പരിപാലിച്ചതിനായി സ്തോത്രം. ഈ ക്രിസ്മസ് കാലയളവുകളിൽ തിരുസന്നിധിയിൽ അടുത്ത് വരുവാൻ വിലയേറിയ അവസരം അവിടുന്ന് നൽകിയിരിക്കുന്നത്. വട്ടിയൂർക്കാവ് സെൻറ് പോൾസ് ഇടവയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഒരുമിച്ചുള്ള കൂട്ടായ്മയെ വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഈ സന്ധ്യയിൽ പ്രത്യേക ശുശ്രൂഷയ്ക്കായിട്ട് അടുത്ത് വന്നിരിക്കുന്നുവല്ലോ. ഇന്നത്തെ ഗാന ശുശ്രൂഷ അനുഗ്രഹകരമായി തീരണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന സ്വർഗീയ സൈന്യങ്ങളോട് ചേർന്ന് ഞങ്ങൾക്കും അവിടുത്തെ പാടി സ്തുതിപ്പാൻ വിലയേറിയ അവസരം നൽകിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ഗാന ശുശ്രൂഷ ദൈവനാമം മഹത്വത്തിനാക്കി തീർക്കണമേ. ഗായസംഘത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഗായസംഘത്തിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇടവ് വികാരിയച്ചനു വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് ക്രിസ്മസ് സന്ദേശം നൽകുന്ന ഞങ്ങളുടെ അഭിവന്ദ്യ മാർത്തോമാ മെത്രാപ്പോലിത്തായെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള നിമിഷങ്ങളാക്കി ഞങ്ങളുടെ കൂടിവരവിനെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ക്രിസ്മസ് കാലയളവിൽ പ്രത്യേകമായി ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെ ഓർക്കുന്നു. COVID-19 എന്നുള്ള മാരകമായ മഹാമാരിക്ക് അടിമയായിരിക്കുന്ന ഈ ലോകത്തോട് കരുണ തോന്നണമേ. തക്കതായിട്ടുള്ള പ്രതിവിധിയും ചികിത്സയും
വാക്സിനും കണ്ടെത്തുവാൻ അവിടുന്ന് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭൂലോകത്തിൽ നിന്ന് ഈ മഹാമാരിയെ അവിടുന്ന് തന്നെ നിർമൂലമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കർത്താവെ, ഞങ്ങളുടെ ഒരുമിച്ചുള്ള കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ഇന്ന് വിവിധ അളവുകളിൽ ഇതിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവർക്കായിട്ടും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പ്രത്യേകമായി ഇന്ന് പാഠം വായിക്കുന്നവർ, ഓരോ വിധത്തിൽ തങ്ങളുടെ ശുശ്രൂഷ നിറവേറ്റുന്ന എല്ലാവരെയും അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ വയ്ക്കുന്നു. ഞങ്ങളുടെ ഒരുമിച്ചുള്ള കൂട്ടായ്മയും ഈ സന്ധ്യയിലെ ആരാധനയും തിരുനാമ മഹത്വത്തിനാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദിവ്യ സാന്നിധ്യം അനുഭവിക്കുവാൻ, അവിടുത്തെ തിരുജനനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ യഥാർത്ഥമായിട്ടുണ്ടാകുവാൻ ഇടയാകണമെന്നും പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ക്രിസ്തുമസ് ആവർത്തിക്കപ്പെടുന്ന അനുഗ്രഹമാണ്. ആഘോഷങ്ങൾക്കപ്പുറമുള്ള ദൈവാനുഭവങ്ങളുടെ കാലമാണ്. ക്രിസ്തുമസ് സർവ്വജനത്തിനുമുണ്ടായ മഹാസന്തോഷമാണ്. ആ സന്തോഷം പങ്കിടുവാൻ എത്തിയ എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നതിനായി ഇടവകയുടെ വൈസ് പ്രസിഡന്റ് മിസ്റ്റർ കുരുവിള ഐസക്കിനെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അസാധാരണവും അപ്രതീക്ഷിതവുമായ സംഭവവികാസങ്ങളിലൂടെ നമ്മെ ആശങ്കാകുലരാക്കി 2020 ആണ്ട് അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തിച്ചേരുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റേതായ സന്തോഷത്തിലേക്കും ആഘോഷങ്ങളിലേക്കും നാം ചുവടുവയ്ക്കുന്നു. സർവശക്തനായ ദൈവം മനുഷ്യനായി ഒരു ശിശുവായി പിറന്നതിനെ നാം അനുസ്മരിക്കുമ്പോൾ അവിടുന്ന് സ്വയം തൻ്റെ സർവ്വമഹത്വം വെടിഞ്ഞതിൻ്റെ കാരണം നമ്മോടുള്ള സ്നേഹമാണെന്ന് നാം ഗ്രഹിക്കുന്നിടത്താണ് യഥാർത്ഥ ക്രിസ്മസ് അനുഭവമാകുന്നത്. ക്രിസ്തു ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ജനിക്കട്ടെ. മംഗളകരമായ ക്രിസ്മസ് അനുഭവം ഏവർക്കും ലഭിക്കട്ടെ. ആകാംക്ഷാഭരിതമായ ദിനങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴും അചഞ്ചലമായ വിശ്വാസത്തിലൂടെ തിക്ത അനുഭവങ്ങളെ മറികടന്ന് സാങ്കേതിക സഹായത്താൽ ഏവരെയും സമീപസ്ഥരായി കണ്ടുകൊണ്ട് ഒരു ക്രിസ്മസ് അനുഭവം കൂടെ വട്ടിയൂർക്കാവ് സെൻറ്റ് പോൾസ് മാർത്തോമ ഇടവകയ്ക്ക് ഒരുക്കി തന്ന ദൈവകൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മാർത്തോമ സഭയുടെ പരമാധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത തിരുമനസ്സുകൊണ്ട് ഇന്ന് നമുക്ക് അനുഗ്രഹീതമായ ക്രിസ്മസ് സന്ദേശം നൽകുന്നുവെന്നത് ഇടവകയുടെ ഭാഗ്യമായി കരുതാം. അഭിവന്യ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത തിരുമനസ്സുകൊണ്ട് 1977 ആഗസ്റ്റ് 1 മുതൽ 2005 ജൂലൈ 31 വരെ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന അധിപനായി ശുശ്രൂഷ ചെയ്തിരുന്നപ്പോൾ വട്ടിയൂർക്കാവിൽ ഒരു ഇടവക എന്ന ആശയം രൂപം കൊള്ളുകയും ആയതിൻ്റെ സാക്ഷാത്കാരത്തിനായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി 2011 മെയ് മാസം 14 അന്നത്തെ ഭദ്രാസനാധിപൻ അഭിവന്യ തോമസ് മാർ തീമോഥെയോസ് തിരുമേനിയാൽ കൂദാശ ചെയ്യപ്പെട്ട് 2011 ജൂലൈ 1 മുതൽ വട്ടിയൂർക്കാവിൽ സെൻറ്റ് പോൾസ് മാർത്തോമ ചർച്ച് നിലവിൽ വന്നു. ഇന്ന് അഭിവന്യ മെത്രാപ്പോലിത്ത തിരുമേനി സഭയുടെ പരമാധ്യക്ഷനായി സ്ഥാനാരോഹണം ചെയ്യപ്പെട്ട അടുത്ത നാളുകളിൽ തന്നെ വട്ടിയൂർക്കാവ് ഇടവകയ്ക്കായി ക്രിസ്മസ് സന്ദേശം നൽകുന്നു എന്നത് ഇടവകയുടെ അനുഗ്രഹമായി ഭവിക്കുന്നു. അഭിവന്യ മെത്രാപ്പോലിത്ത തിരുമേനി തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന അധിപനായിരുന്ന 8 വർഷക്കാലം ഭദ്രാസനത്തിൻ്റെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക് വഴിയൊരുക്കി. ഈ കാലയളവിൽ തെക്കൻ തിരുവിതാംകൂറിൽ കിടപ്പാടം ഇല്ലാത്തവർക്കായി ലാൻഡ് ഫോർ ദ ലാൻഡ്ലെസ് പ്രോജക്റ്റ്, നിർധനരായ വിദ്യാർത്ഥികൾക്കായി എഡ്യൂക്കേഷൻ കെയർ പ്രോജക്റ്റ്, മാനസരോഗികളുടെ പുനരധിവാസത്തിനായി ഹോം കെയർ ഫോർ മെൻ്റൽ പേഷ്യൻസ്, എയ്ഡ്സ് ബാധിതരുടെ ഉന്നമനത്തിനായി സ്നേഹതീരം പ്രോജക്റ്റ്, കാട്ടാക്കട വയോജന മന്ദിരം എന്നിവ അഭിമന്യ മെത്രാപ്പോലിത്ത തിരുമേനിയുടെ പ്രയത്നത്തിൻ്റെ സാക്ഷാത്കാരമാണ്. കൂടാതെ തിരുവനന്തപുരത്ത് സെൻറ്റ് തോമസ് സ്കൂളിൻ്റെ വികസനത്തിനായി പ്രവർത്തിച്ചു. BEd കോളേജ് ആരംഭിച്ചു. കരവാളൂർ, അണ്ടുകോട്, കള്ളിക്കാട് എന്നിവിടങ്ങളിൽ കമ്പാഷൻ ഇൻ്റർനാഷണലിൻ്റെ യൂണിറ്റുകൾ സ്ഥാപിച്ചു. സ്റ്റാഡിൻ്റെ പ്രവർത്തനങ്ങൾ, സുനാമി ദുരന്തത്തിൽ പെട്ടവരുടെ പുനരധിവാസം, മഴവെള്ള സംഭരണ പദ്ധതി, ചെറുകിട വികസന സംരംഭങ്ങൾ, കശുവണ്ടി തൊഴിലാളികൾക്കായുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ, മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലെ ക്ഷേമപ്രവർത്തനങ്ങൾ തുടങ്ങിയവ നടപ്പാക്കി. തിരുവനന്തപുരം ഗൈഡൻസ് സെൻറ്റർ, യൂഹാനോൻ മാർത്തോമ ഗൈഡൻസ് സെൻറ്റർ എന്നിവയുടെ അധ്യക്ഷനായി പ്രവർത്തിക്കുകയും ഹോസ്പിറ്റൽ ഗൈഡൻസ് സെൻറ്ററിൻ്റെ 2ാം ഘട്ട വികസനത്തിനായി സ്ഥലം സമ്പാദിച്ച് കെട്ടിടം പണിത പ്രവർത്തനങ്ങൾ കൂടുതൽ വിശാലമാകുന്നതിന് നേതൃത്വം നൽകുകയും ചെയ്തു. ഭദ്രാസനത്തിൻ്റെ രജത ജൂബിലിയുടെ പ്രത്യേക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പെരിങ്ങാലം ദ്വീപിൽ ഒരു റിട്രീറ്റ് സെൻറ്റർ ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകി.
സഭയുടെയും ഭദ്രാസനത്തിൻ്റെയും വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പ്രാർത്ഥനയോടെ തുടങ്ങിവെച്ചത് പൂർവാധികം അനുഗ്രഹീതമായി പ്രവർത്തിക്കുന്നു. അഭിവന്യ മെത്രാപ്പോലിത്ത തിരുമേനിയുടെ വാത്സല്യ ആശിസ്സുകളോടെ വട്ടിയൂർക്കാവ് സെൻറ് പോൾസ് മാർത്തോമ ഇടവകയും ക്ഷേമ ഐശ്വര്യങ്ങളോടെ അഭിവൃദ്ധിപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടെ സഭയുടെ പരമാധ്യക്ഷൻ മോസ്റ്റ് റവറൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത തിരുമേനിയെ ഏറ്റവും ബഹുമാനത്തോടും ആദരവോടും കൂടി ഈ ക്രിസ്മസ് ഗാനസന്ധ്യയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഗാനസന്ധ്യയിൽ അധ്യക്ഷത വഹിക്കുന്നത് ഇടവകയുടെ വികാരി റവറൻ മാത്യു വറീസ് അച്ഛനാകുന്നു. കഴിഞ്ഞ 4 വർഷമായി ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മുടെ ഇടവകയുടെ വികാരിയായി ശുശ്രൂഷ ചെയ്യുന്നു. 1 വർഷക്കാലമായി ലോകത്തെ തന്നെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന മഹാമാരിയുടെ ദുർഘട ദിനങ്ങളിലും സാഹചര്യങ്ങൾക്ക് ഒത്തവണ്ണം ഇടവകയുടെ ആരാധനയും കൂട്ടായ്മയും മുടക്കമില്ലാതെ ക്രമീകരിക്കുവാൻ ബഹുമാനപ്പെട്ട അച്ഛൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ജന്മസിദ്ധമായ ദീനാനുകമ്പയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഈ കാലയളവിലും തടസ്സമേതുമില്ലാതെ തുടരുവാൻ ഇടവജനങ്ങളുടെ നിർലോഭമായ സഹകരണത്താൽ സാധ്യമായി. ഫുഡ് ഫോർ നീഡി പദ്ധതിയിലൂടെ അർഹതപ്പെട്ടവർക്ക് എല്ലാ മാസവും കിറ്റുകൾ നൽകിയതിനു പുറമെ ഈ ക്രിസ്മസ് ദിനങ്ങളിലും സാധുജനങ്ങൾക്കായി ക്രിസ്മസ് സ്നേഹ സമ്മാനങ്ങൾ നൽകുവാനുള്ള ബഹുമാനപ്പെട്ട അച്ഛൻ്റെ താല്പര്യത്തോട് ഇടവജനങ്ങളും ചേർന്ന് നിന്നു. വരും കാലങ്ങളിലും ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ശുശ്രൂഷകൾ പൂർവാധികം അനുഗ്രഹിക്കപ്പെട്ടതാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് റവറൻറ്റ് മാത്യു വറീസ് അച്ഛനെ ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജോൺ പി ഉമ്മനച്ചൻ വിശ്രമമേതുമില്ലാതെ വിശ്രമ ജീവിതം നയിച്ചുകൊണ്ട് നമ്മുടെ ഇടവകയുടെ എല്ലാ കാര്യങ്ങളിലും ഭാഗഭാക്കാവുന്നു. പ്രത്യേകിച്ച് എല്ലാ 3-ാം ഞായറാഴ്ചകളിലും മറ്റ് പ്രത്യേക സന്ദർഭങ്ങളിലും വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകുന്നു. സാന്നിധ്യത്താൽ അനുഗ്രഹിച്ച് വേണ്ടുന്ന ഉപദേശങ്ങൾ നൽകി ഇടവകയെ സ്നേഹിച്ച് ചേർന്ന് നിൽക്കുന്ന ബഹുമാനപ്പെട്ട ജോൺ ബി ഉമ്മനച്ചനെ ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. പൊന്നുമംഗലം ഇടവവികാരി റവറൻ കെ പീലിപ്പോസ് അച്ഛനെയും ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഗാനസന്ധ്യയെ അന്വർത്ഥമാക്കിക്കൊണ്ട് പതിവ് പോലെ ഈ വർഷവും അർത്ഥസമ്പുഷ്ടമായ ഗാനങ്ങൾ രചിച്ച് ഈണമിട്ട് ശ്രുതിമധുരമായി ആലപിക്കുന്ന ഇടവകയുടെ ഗായക സംഘത്തെയും സംഘത്തിൻ്റെ നെടുന്തൂണായ ഡോക്ടർ എബ്രഹാം കെ ജോഷുവായെയും ഇമ്പമാർന്ന ഗാനങ്ങളും മറ്റ് കലാപരിപാടികളുമായി സഹകരിക്കുന്ന സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെയും യുവജന സഖ്യാംഗങ്ങളെയും വ്യത്യസ്ത ഭാഷകളിൽ സത്യവേദ പുസ്തക പാരായണം നടത്തുന്ന മിസ്റ്റർ സുജയ് ജോർജ്, മിസസ് പ്രീതി ജോൺ എബ്രഹാം, മാസ്റ്റർ ആരൺ ബിജു എന്നിവരെയും നന്ദി അറിയിക്കുന്ന ഇടവക സെക്രട്ടറി മിസ്റ്റർ ജോർജ് ചെറിയാനെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ ക്രമീകരണങ്ങൾക്ക് വ്യക്തമായ തീരുമാനം കൈക്കൊണ്ട കൈസ്ഥാന സമിതിയെയും എല്ലാവിധ പിന്തുണയുമായി അനുവാദം നൽകി ഒത്താശ ചെയ്യുന്ന ഇടവക സംഘത്തെയും എല്ലാ ഇടവകങ്ങളെയും ദൂരത്തും ചാരത്തുമായി ഈ പരിപാടികൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ അഭ്യുതകാംക്ഷികളെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. സംഘർഷഭരിതമായ 2020 നിന്നും വ്യത്യസ്തമായി ലോക ജനതയ്ക്കാകെ പ്രത്യാശയുടെ അലയൊലികളുമായി എത്തുന്ന ക്രിസ്മസിനെ സ്വാഗതം ചെയ്യുന്നു. നന്മയുടെയും സന്തോഷത്തിൻ്റെയും നാളുകളുമായി എത്തുന്ന പുത്താണ്ടിനെ സ്വാഗതം ചെയ്യുന്നു. ഏവർക്കും മംഗളകരമായ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. ഈ ലോകം മുഴുവൻ കോവിഡ് ഭീതിയാൽ പ്രയാസപ്പെടുമ്പോഴും ഉണ്ണി യേശുവിൻ്റെ ജനനം ആഘോഷിക്കുന്ന ഈ ക്രിസ്മസ് രാവ് നമുക്ക് സന്തോഷം പകരുന്നതാണ് അല്ലേ? തീർച്ചയായും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ രക്ഷ അറിയുന്ന എല്ലാവർക്കും ഇത് സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ്. We are celebrating the time of Lord's coming. നമ്മുടെ നാഥൻ ഈ മണ്ണിൽ വരവായി. The people walking in darkness have seen a great light. On those living in the land of deep darkness, a light has dawned. ഇരുളിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. We are going to present a very beautiful song which imparts the joy of our Lord's coming. വരവായി നാഥൻ വരവായി.
വരവായി മണ്ണിൽ വരവായി വരവായി മണ്ണിൽ വരവായി കേൾക്കാറായി വാനിൽ കേൾക്കാറായി. ഇരുളിലുദിക്കും പുതിയ വെളിച്ചം വരവായി മണ്ണിൽ വരവായി മനുജകുലത്തിനു വിടുതലി ഗാനം കേൾക്കാറാ വാനിൽ കേൾക്കാറാ. ഇരുളിലുദിക്കും പുതിയ വെളിച്ചം വരവായി മണ്ണിൽ വരവായി മനുജകുലത്തിനു വിടുതലി ഗാനം കേൾക്കാറാ വാനിൽ കേൾക്കാറാ. വരവായി നാഥൻ വരവായി വരവായി മണ്ണിൽ വരവായി. വഴിയറിയാതെ നേരറിയാതെ വഴിതെറ്റിയോടും ആളുകൾ നാം. നല്ല ഇടയനായി നൽവഴി കാട്ടി ആലയിൽ നമ്മെ ചേർത്തിടുവോ. ആരാരും കണ്ടുവോ എങ്ങാനും കേട്ടുവോ ആരാരും കണ്ടുവോ എങ്ങാനും കേട്ടുവോ. തിരുമനുസുതനാം അനുകുലനാഥൻ ഭൂമിയിൽ വരവായി വരവായി നാഥൻ വരവായി വരവായി മണ്ണിൽ വരവായി. മനസ്സുകളേതും നിരപ്പായി മാറ്റിയും ഒരുക്കമുള്ളോരു ജനത്തെ നയിപ്പാൻ. ഉയരങ്ങളിൽ നിന്നുദയം നമുക്കായി ആർദ്രകരുണയാൽ ഉദിച്ചുയർന്നു. ആടിടാം പാടിടാം ആമോദം കൂടിടാം ആടിടാം പാടിടാം ആമോദം കൂടിടാം. തിരുമനുസുതനാം അനുകുലനാഥൻ ഭൂമിയിൽ വരവായി വരവായി നാഥൻ വരവായി വരവായി മണ്ണിൽ വരവായി. ഇരുളിലുദിക്കും പുതിയ വെളിച്ചം വരവായി മണ്ണിൽ വരവായി മനുജകുലത്തിനു വിടുതലി ഗാനം കേൾക്കാറാ വാനിൽ കേൾക്കാറാ. ഇരുളിലുദിക്കും പുതിയ വെളിച്ചം വരവായി മണ്ണിൽ വരവായി മനുജകുലത്തിനു വിടുതലി ഗാനം കേൾക്കാറാ വാനിൽ കേൾക്കാറാ. വരവായി മണ്ണിൽ വരവായി കേൾക്കാറാ
ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഒന്നാം പാഠഭാഗം വായിക്കുന്നതിനായി മിസ്റ്റർ സുജയ് ജോർജിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം വേദപാഠഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. The lesson has been taken from the book of Isaiah, chapter 9, verses 1 to 7. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കുകയില്ല. അവൻ സെബുലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാനക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവൻ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയുമാകുന്നു. അവൻ ചുമക്കുന്ന നുകവും അവൻ്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നതിൻ്റെ വടിയും മിദ്വാൻ്റെ നാളിലെ പോലെ നീ ഓടിച്ചു കളഞ്ഞിരിക്കുന്നു. ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിൻ്റെ ചെരുപ്പൊക്കെയും രക്തം പുരണ്ട വസ്ത്രവും വിറക് പോലെ തീക്ക് ഇരയായിത്തീരും. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ തോളിൽ ഇരിക്കും. അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്നു പേർ വിളിക്കപ്പെടും. അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകുകയില്ല. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീക്ഷ്ണത അതിനെ നിവർത്തിക്കും. ഇതോടെ ഒന്നാം പാഠഭാഗം അവസാനിക്കുന്നു. Because of the tender mercy of our Lord, by which the rising sun will come to us from heaven, I invite Master Aaron Biju for the second lesson. Today's lesson is taken from St. Luke chapter 2 verses 1 to 14. I repeat, St. Luke chapter 2 verses 1 to 14. In those days, Caesar Augustus issued a decree that a census should be taken of the entire Roman world. This was the first census that took place while Quirinius was governor of Syria, and everyone went to their own town to register. So Joseph also went up from the town of Nazareth to Galilee in Judah, to Bethlehem, the town of David, because he belonged to the house and line of David. He went there to register with Mary, who was pledged to be married to him and was expecting a child. While they were there, the time came for the baby to be born, and she gave birth to her firstborn, a son. She wrapped him in clothes and placed him in a manger, because there was no guest room available for them. And there were shepherds living out in the fields nearby, keeping watch over their flocks at night. An angel of the Lord appeared to them, and the glory of the Lord shone around them, and they were terrified. But the angel said to them, "Do not be afraid. I bring you good news, and will cause great joy for all the people. Today, in the town of David, a Savior has been born to you. He is the Messiah, the Lord. This will be a sign to you. You will find a baby wrapped in clothes and lying in a manger." Suddenly, a great company of the heavenly host appeared with the angel, praising God and saying, "Glory to God in the highest heaven, and on earth peace to those on whom his favor rests." Here ends the second lesson. പ്രതിസന്ധികളിലും ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവകൃപയുടെ തണലിൽ അജഗണത്തെ അനുഗ്രഹീതമായി നയിക്കുന്ന പട്ടക്കാരൻ ശാന്തവും സൗമ്യവുമായ ഇടപെടൽ കൊണ്ട് ഏവർക്കും പ്രിയങ്കരനായ ഇടവക വികാരി റവറന്റ് മാത്യു വർഗീസ് അച്ഛനെ അധ്യക്ഷ പ്രസംഗത്തിനായി സ്വാഗതം ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വം. ഏവർക്കും അനുഗ്രഹീതമായ ക്രിസ്മസ് ആശംസകൾ. വട്ടിയൂർക്കാവ് സെന്റ് പോൾസ് മാർത്തോമ ഇടവകയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ക്രിസ്മസ് ഗാനസന്ധ്യയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ക്രിസ്മസ് രാവിൽ അനുഗ്രഹീത ക്രിസ്മസ് സന്ദേശം നൽകി നമ്മെ അനുഗ്രഹിക്കുന്ന മാർത്തോമ മെത്രാപ്പൊലീത്ത അഭിമന്യ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനിക്കും
പ്രാർത്ഥനയിലൂടെ നമുക്ക് നേതൃത്വം നൽകുന്ന പ്രിയ ജോൺ ബി ഉമ്മനച്ചനും കെ ഫിലിപ്പോസ് അച്ഛനും ഈ പ്രോഗ്രാമിൽ പങ്കുചേരുന്ന ഏവർക്കും സ്നേഹവന്ദനം. വട്ടിയൂർക്കാവ് സെന്റ് പോൾസ് മാർത്തോമ ഇടവക ഗായക സംഘവും സൺഡേ സ്കൂൾ യുവനിസഖ്യം അംഗങ്ങളും ചേർന്ന് അവതരിപ്പിക്കുന്ന ക്രിസ്മസ് ഗാനസന്ധ്യ ഏവരെയും ക്രിസ്മസിൻ്റെ പൂർവകാല സ്മരണയിലേക്ക് നയിക്കുന്നതും ദൈവനാമത്വത്തിന് മുഖാന്തരവുമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. COVID-19 നമ്മുടെ കുടിവരവുകൾക്ക് വിഘാതം സൃഷ്ടിച്ചുവെങ്കിലും നവമാധ്യമങ്ങളിലൂടെ നാം അതിജീവനത്തിനുള്ള അനുഭവങ്ങളെ കൂട്ടിച്ചേർക്കുവാനായി ശ്രമിക്കുകയാണ്. നമ്മെ സംബന്ധിച്ച് കൂടിവരവുകൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നവരാണ്. നാം ആരാധനയിലൂടെയാകുന്നുവെങ്കിലും പ്രാർത്ഥനാ കൂട്ടങ്ങളിലൂടെയാകുന്നുവെങ്കിലും പ്രത്യേകം തയ്യാറാക്കുന്ന വിവിധ പ്രോഗ്രാമുകളിലൂടെയാകുന്നുവെങ്കിലും ഈ ബന്ധം കാത്തുസൂക്ഷിക്കുന്നതിന് ശ്രമിക്കുന്നവരാണ്. വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നതും നാം ആചരിക്കുവാൻ താല്പര്യപ്പെടുന്നതും ഈ ഒന്നിപ്പിൻ്റെ സുവിശേഷമാണ്. ഇന്ന് ജാതിയുടെയും മതത്തിൻ്റെയും വർഗവർണ്ണങ്ങളുടെയും പേരിൽ വേർതിരിവുകളും ഉച്ചനീചത്വങ്ങളും വർദ്ധിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം നൽകുന്ന ഉൾക്കാഴ്ച ക്രിസ്മസ് ദിന ഓർമ്മകളിലൂടെ നമ്മിൽ പുതുക്കപ്പെടുകയാണ്. യേശുവിൻ്റെ ജനനം സകല ജനതകളെയും സ്നേഹത്തിൻ്റെ കൊടിക്കീഴിൽ ഒന്നിപ്പിച്ചു നിർത്തുന്നതിനാണ്. അത് ഒന്നിപ്പിൻ്റെ സുവിശേഷമാണ്. അത് ഭിന്നിപ്പിൻ്റെതല്ല, ഒന്നിപ്പിൻ്റെ അനുഭവമാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യം ദൈവദൂതർ ആട്ടിടയർക്ക് നൽകുന്ന ദർശനം. അവിടെ ഇപ്രകാരം നാം കാണുന്നു: ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ക്രിസ്മസ് ദൈവം മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് അവതരിച്ചതിൻ്റെ നല്ല ഓർമ്മകളാണ്. നൂറ്റാണ്ടുകളായി കാത്തിരുന്ന മശിഹായുടെ ജനനം മാനുഷികമായ ചിന്തകൾക്കും സങ്കല്പങ്ങൾക്കും അപ്പുറമായിരുന്നു. കൊട്ടാരത്തിൽ പിറക്കുമെന്ന് അവർ ചിന്തിച്ചപ്പോൾ യേശുവിൻ്റെ ജനനം സാധാരണ ജനങ്ങളുടെ മധ്യയായിരുന്നു. അവനെ കിടത്തിയത് കാലിത്തൊഴുത്തിലെ ഒരു പുൽത്തൊട്ടിലായിരുന്നു. ദൈവപുത്രൻ ഇന്നും സാധാരണ ജനങ്ങളോടൊപ്പമാണ്. അധ്വാനിക്കുന്നവരുടെയും ഭാരം ചുമക്കുന്നവരുടെയും ഉത്തമ സ്നേഹിതനാണവൻ. നീതിക്ക് വേണ്ടി കേഴുന്നവരുടെ മുമ്പിൽ, സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരുടെ മുമ്പിൽ, അധികാരവും നിയമങ്ങളും ഉപയോഗിച്ച് മനുഷ്യത്വം പിച്ചിച്ചീന്തുന്നവരുടെ മുമ്പിൽ, ജീവിതത്തിൻ്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് നിരാശിതരായി കേഴുന്നവരുടെ മുമ്പിൽ, COVID-19 പ്രയാസം അനുഭവിക്കുന്നവരുടെ മുമ്പിൽ, കൊടും തണുപ്പിനെ വകവയ്ക്കാതെ നീതിക്ക് വേണ്ടി സമരം ചെയ്യുന്ന കർഷകരുടെ മുമ്പിൽ, അങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ അനുഭവങ്ങളിൽ വേദനിക്കുന്നവരുടെ മുമ്പിൽ, വേദന അനുഭവിക്കുന്നവരുടെ മുമ്പിൽ യേശുവിൻ്റെ തിരുജനനത്തിൻ്റെ ഓർമ്മ പുത്തൻ ഉണർവുകൾ നൽകുകയാണ്. യേശു പഠിപ്പിച്ചു: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. 2020 ക്രിസ്മസ് ദിനങ്ങളിലേക്ക് നാം കടന്നു വന്നിരിക്കുമ്പോൾ ലോകരക്ഷകനായി അവതരിച്ച യേശുവിൻ്റെ ജനനം, ഈ തിരുപ്പിറവി നമ്മെ പുത്തൻ ഉണർവിലേക്കും സമർപ്പണത്തിലേക്കും നയിക്കട്ടെ. കഴിഞ്ഞ 4 വർഷമായി വട്ടിയൂർക്കാവ് സെന്റ് പോൾസ് മാർത്തോമ ഇടവകയുടെ വികാരിയായി ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കുചേരുവാൻ തക്കവണ്ണം ഇടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ക്രിസ്മസ് സന്തോഷം നാം ഇടവകയായി ഈ വർഷവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും നൽകുവാനായി നാം ശ്രമിക്കുകയാണ്. ഈ ക്രിസ്മസ് ഗാനസംഗീതയിൽ പങ്കുചേരുന്ന ഏവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ അർപ്പിക്കുന്നതോടൊപ്പം ഒരു പുതിയ സംവത്സരം ദൈവം അനവധി നന്മകളാൽ നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ സംരംഭം ഏറ്റവും വിജയപ്രദമാക്കുവാൻ ഇതിൻ്റെ പിൻപിൽ പ്രവർത്തിച്ച അനേകരുണ്ട്. അവരെയൊക്കെയും നന്ദിയോടുകൂടെ ഈ സമയം സ്മരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഈ ശുശ്രൂഷയ്ക്ക്
ക്രിസ്മസ് സന്ദേശം നൽകി നമ്മെ അനുഗ്രഹിച്ചത്. നമ്മുടെ സഭയുടെ മെത്രാപ്പൊലിത്ത തിരുമേനി അഭിമന്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത തിരുമേനിയാണ്. പ്രത്യേകം സന്തോഷവും നന്ദിയും വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കട്ടെ. ഈ ശുശ്രൂഷ ഇത്രയും ധന്യമാക്കി തീർക്കുവാൻ തക്കവണ്ണം ഇതിൻ്റെ പിൻപിൽ നേതൃത്വം നൽകിയ എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി പ്രത്യേകം അറിയിക്കുന്നു. പ്രത്യേകിച്ച് കൈസാന സമിതി അംഗങ്ങൾ, മറ്റ് ഇടവകയിലെ മറ്റ് സംഘടനകൾ, ഇവരോടൊക്കെയുമുള്ള പ്രത്യേക സന്തോഷം ഈ സമയം അറിയിക്കുന്നു. നാം ഇപ്പോൾ ഈ വിഷ്വലായി ഇത് നമ്മുടെ മുൻപിൽ എത്തുമ്പോൾ ഇതിൻ്റെ പിൻപിൽ മറഞ്ഞിരുന്ന് പ്രവർത്തിച്ച നമ്മുടെ ഇടവകയിലെ ജീവനസഖ്യാംഗം പ്രിയ തോമസിനോടുള്ള പ്രത്യേകം നന്ദി ഈ സമയം ഇടവകയായി അറിയിക്കുകയാണ്. അതോടൊപ്പം ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങളിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ നൽകിത്തന്ന നിഖിലിനോടും അദ്വൈതിനോടുമുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും ഇടവകയുടെ പേരിൽ അറിയിക്കുന്നു. ഗാനങ്ങൾക്ക് മ്യൂസിക് നൽകി സഹായിച്ച പ്രിയ സംഗീതിനോടും ഈ ഗായക സംഘത്തിൻ്റെ നേതൃത്വം നൽകിയ പ്രിയ ഡോക്ടർ ജോഷുവായോടും, അതോടൊപ്പം മറ്റ് വിവിധ തലങ്ങളിൽ, സൺഡേ സ്കൂൾ തലങ്ങളിൽ, യുവജനസഖ്യ തലങ്ങളിൽ നേതൃത്വം നൽകിയ എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും ഈ സമയം അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഇടവകയിലെ എല്ലാ ചുമതലക്കാരോടും നേതൃത്വത്തിന് പിൻപിൽ പ്രവർത്തിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവത്തിൻ്റെ ധാരാളമായ കൃപ എല്ലാവരിലും അനുസ്യൂതം വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും ഭാവുകങ്ങളും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ പ്രോഗ്രാം നമുക്കേവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. ഏവർക്കും നന്മ നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം, വഴിയൊരുക്കുവിൻ, പാത നിരപ്പാക്കുവിൻ. ആ നാദം നിലയ്ക്കാതെ ഇന്നും മുഴങ്ങുന്നു. ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും തിമിരം ബാധിച്ച് അന്ധതയിലേക്ക് നീങ്ങുന്ന മാനവജാതിയുടെ മുൻപിൽ ഒരു പുതുനക്ഷത്രം തെളിഞ്ഞു നിൽക്കുകയായി. അവനാണ് ലോകരക്ഷിതാവായ യേശു. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. അങ്ങനെ പ്രവചന നിവൃത്തിയായി ഈ ലോകത്തിലേക്ക് അവതരിച്ച ഉണ്ണി യേശുവിനായി വഴിയൊരുക്കുവാൻ നമുക്കും ഒരുങ്ങാം. We present before you our next song. വഴിയൊരുക്കുവിൻ, പാത നിരപ്പാക്കുവിൻ. വഴിയൊരുക്കുവിൻ, പാത
ശബ്ദം. കനിവിൻ കരങ്ങളായി അലിവിൻ സാന്ത്വനമേകാ വചനം ഇന്നീ മണ്ണിൽ ജഡമായി കൃപയോ കടലായി. കനിവിൻ കരങ്ങളായി അലിവിൻ സാന്ത്വനമേകാ വചനം ഇന്നീ മണ്ണിൽ ജഡമായി കൃപയോ കടലായി. അന്തമില്ലാത്ത രാജ്യം സ്നേഹത്തിൻ സിംഹാസനം. അന്തമില്ലാത്ത രാജ്യം സ്നേഹത്തിൻ സിംഹാസനം. വരമായി അത്ഭുതമന്ത്രി വീരനാം ദൈവം. വരവായി നിത്യപിതാവ് സമാധാന പ്രഭു. വഴിയൊരുക്കുവിൻ പാദമിരപ്പാക്കുവിൻ. ഒരു നാൾ മരുവിൽ എരിയും കഥ മുഴങ്ങിയ ശബ്ദം. വഴിയൊരുക്കുവിൻ പാദമിരപ്പാക്കുവിൻ. ഒരു നാൾ മരുവിൽ എരിയും കഥ മുഴങ്ങിയ ശബ്ദം. പ്രവാചകൻ ശബ്ദം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ തോളിലിരിക്കുന്നു. അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. The verse starts like this: For to us a child is born, to us a son is given, and the government will be on his shoulders. And he will be called Wonderful Counselor, Mighty God, Everlasting Father, Prince of Peace. I invite Mrs. Preeti John for the third lesson. Today's third lesson is taken from Gospel according to Saint Matthew, chapter 2, verses 1 to 12. मत्ती रचित सुसमाचार उसका दूसरा अध्याय 1 से लेके 12 तक। हेरोदेस राजा के दिनों में जब यहूदिया के बैतलहम में यीशु का जन्म हुआ, तो देखो पूर्व से कई ज्योतिषी यरूशलेम में आकर पूछने लगे कि यहूदियों का राजा जिसका जन्म हुआ है कहाँ है, क्योंकि हमने पूर्व में उसका तारा देखा है और उसको प्रणाम करने आए हैं। यह सुनकर हेरोदेस राजा और उसके साथ सारा यरूशलेम घबरा गया, और उसने लोगों के सब महायाजकों और शास्त्रियों को इकट्ठे करके उनसे पूछा कि मसीह का जन्म कहाँ होना चाहिए। उन्होंने उससे कहा, यहूदिया के बैतलहम में, क्योंकि भविष्यद्वक्ता ने यही लिखा है कि हे बैतलहम, जो यहूदा के देश में है, तू किसी रीति से यहूदा के अधिकारियों में सबसे छोटा नहीं, क्योंकि तुझ में से एक अधिपति निकलेगा जो मेरी प्रजा इसराइल की रखवाली करेगा। तब हेरोदेस ने ज्योतिषियों को चुपके से बुलाकर उनसे पूछा कि तारा ठीक किस समय दिखाई दिया था, और यह कहकर उन्हें बैतलहम भेजा कि जाकर उस बालक के विषय में ठीक ठीक मालूम करो, और जब वह मिल जाए तो मुझे समाचार दो, ताकि मैं भी जाकर उनको प्रणाम करूं। वे राजा की बात सुनकर चले गए, और देखो जो तारा उन्होंने पूर्व में देखा था वह उनके आगे आगे चला, और जहाँ बालक था उस जगह के ऊपर पहुंचकर ठहर गया। उस तारे को देखकर वे अति आनंदित हुए, और उस घर में पहुंचकर उस बालक को उसकी माता मरियम के साथ देखा, और मुंह के बल गिरकर उसे प्रणाम किया, और अपना अपना थैला खोलकर उसे सोना, लोबान और गंधरस की भेंट चढ़ाई। और स्वप्न में यह चितौनी पाकर कि हेरोदेस के पास फिर न जाना,
वे दूसरे मार्ग से होकर अपने देश को चले गए. Here ends the third lesson. ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ. സ്വർഗീയ ഉന്നതികൾ വിട്ട് നമുക്കിടയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനെ ദർശിക്കുവാൻ നമുക്കും ബേത്ലഹേമിലേക്ക് യാത്രയാവാം. സ്വർഗ മഹോന്നതികളെ വെടിഞ്ഞ് മാനുഷ്യരൂപം എടുത്ത് കാലത്തികവിങ്കൽ ഈ ഭൂമിയിലേക്ക് ഉദയം ചെയ്ത ദിവ്യ നക്ഷത്രമായ ഉണ്ണി ഈശോയെ അകതാരിൽ നിറഞ്ഞു തുളുമ്പുന്ന സ്നേഹവാത്സല്യമായി നമുക്കും പുണരാം. ഉണ്ണി യേശുവിനെ ഈ തിരുനാൾ ദിനത്തിൽ നമുക്കും കണ്ടുവണങ്ങാം. തിരുമനസുതനെ കാണാം എന്ന ഗാനം ആലപിക്കുന്നതിനായി ക്വയറിനെ ക്ഷണിക്കുന്നു. തിരുമനസുതനെ കാണാം, കൺവണങ്ങാൻ പോകുകനാ. ഒരു മനമായി ഒരു സ്വരമായി ഒന്നായി പാടുകനാ. തിരുമനസുതനെ കാണാം, കൺവണങ്ങാൻ പോകുകനാ. ഒരു മനമായി ഒരു സ്വരമായി ഒന്നായി പാടുകനാ. ഇമ്മാനുവേലവൻ എന്നും നമ്മോട് കൂടെ വാസം. ഇമ്മാനുവേലവൻ എന്നും നമ്മോട് കൂടെ വാസം. പാടാം ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പാടാം ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മാനം തെളിഞ്ഞതറിഞ്ഞു, മാനത്ത് മാലിന് കണ്ടു. മാനം തെളിഞ്ഞതറിഞ്ഞു, തൻ പ്രിയ സുതനെ ആദരിയാതെ നമുക്കായി നൽകിയതല്ലേ. തൻ പ്രിയ സുതനെ ആദരിയാതെ നമുക്കായി നൽകിയതല്ലേ. ഇമ്മാനുവേലവൻ എന്നും നമ്മോട് കൂടെ വാസം. ഇമ്മാനുവേലവൻ എന്നും നമ്മോട് കൂടെ വാസം. പാടാം ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പാടാം ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. തിരുമനസുതനെ കാണാം, കൺവണങ്ങാൻ പോകുകനാ. ഒരു മനമായി ഒരു സ്വരമായി ഒന്നായി പാടുകനാ. വിണ്ണോളമെത്തുമൊരേ
തന്നുമൊരേണി. സ്വർഗം തുറന്നതറിഞ്ഞു വിണ്ണോളമെത്തുമൊരേണി. കയറിയിറങ്ങും ദൂതഗണങ്ങൾ അതിപ്പൊരുളറിയുക നാം. കയറിയിറങ്ങും ദൂതഗണങ്ങൾ അതിപ്പൊരുളറിയുക നാം. ഇമ്മാനുവേലവൻ എന്നും നമ്മോട് കൂടെ വാസം. Hallelujah, hallelujah, hallelujah. പാടാം hallelujah, hallelujah, hallelujah. തിരുമനുസുതനെ കാണാം കൺമടങ്ങാം പോവുക നാം. ഒരു മനമായി ഒരു സ്വരമായി ഒന്നായി പാടുക നാം. തിരുമനുസുതനെ കാണാം കൺമടങ്ങാം പോവുക നാം. ഒരു മനമായി ഒരു സ്വരമായി ഒന്നായി പാടുക നാം. ഇമ്മാനുവേലവൻ എന്നും നമ്മോട് കൂടെ വാസം. ഇമ്മാനുവേലവൻ എന്നും നമ്മോട് കൂടെ വാസം. പാടാം ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പാടാം ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പാടാം ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പാടാം ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ 22ാമത് മാർത്തോമ മെത്രാപ്പൊലിത്ത, ദ മോസ്റ്റ് റെവറൻഡ് തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത, അഗാധമായ വേദപുസ്തക പാണ്ഡിത്യമുള്ള സഭാപിതാവ്, ദർശനങ്ങളിലെ വ്യത്യസ്തത കൊണ്ട് ക്രൈസ്തവ ലോകത്തിൽ ശ്രദ്ധേയനായ അഭിവന്യ തിരുമനസ്, സഭയെ നേരോടും നീതിയോടും ദൈവാശ്രയ ബോധത്തോടെയും നയിക്കുന്ന ശ്രേഷ്ഠ ഇടയൻ, ഈ ക്രിസ്തുമസ് രാവിൽ നമ്മെ ധന്യമാക്കുന്ന സാന്നിധ്യം, അഭിവന്യ മെത്രാപ്പൊലിത്ത തിരുമേനിയുടെ അനുഗ്രഹീത വചസ്സുകൾക്കായി നമുക്ക് കാതോർക്കാം. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. 2020 ക്രിസ്മസ് ആഘോഷിക്കുവാനായി ലോകം തയ്യാറാകുന്ന നിമിഷങ്ങളാണ് ഇത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്മസ് വിവിധ രീതിയിൽ ആഘോഷിക്കുന്നത് ഇന്ന് സർവ്വസാധാരണമായി തീർന്നിട്ടുണ്ട്. പാശ്ചാത്യ ലോകത്തെ സംബന്ധിച്ചിടത്തോളം നവംബർ അവസാനം ഡിസംബർ ആദ്യം ഈ അവസരങ്ങളിൽ വിന്റർ വരുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ ഭവനവും തെരുവുകളും എല്ലാം ദീപാലങ്കൃതമായി ക്രിസ്മസിനെ ആഘോഷിക്കുവാനായിട്ട് ഒരുങ്ങുന്നതായിട്ടുള്ള പതിവുണ്ട്. ഇലകളെല്ലാം കൊഴിഞ്ഞ് തണുത്ത് ആളുകൾ അതിനാവശ്യമായിട്ടുള്ള വസ്ത്രങ്ങളുമൊക്കെ ധരിച്ച് റോഡിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ മരങ്ങളുടെ ഇലകളെല്ലാം കൊഴിഞ്ഞ് ഫേൺ വൃക്ഷങ്ങൾ മാത്രം മഞ്ഞിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ഒരുങ്ങി നിൽക്കുന്നത് സർവ്വസാധാരണയായി കാണാറുണ്ട്. ദീപാലംകൃതമായ വീടുകളും വഴികളും എല്ലാം അപ്രകാരം ക്രിസ്മസിനെ ലോകത്തോട് പറയുവാൻ തക്കവണ്ണം ഒരുക്കപ്പെടുകയാണ് ആ അവസരത്തിൽ ചെയ്യുന്നത്. ക്രിസ്മസ് ട്രീ അലങ്കരിച്ച ഭവനങ്ങൾ വയ്ക്കുന്നതും ക്രിസ്മസ് ദിനത്തിൽ ഭവനത്തിലുള്ള എല്ലാവർക്കും ലഭ്യമായി തീരുവാൻ തക്കവണ്ണം സമ്മാനങ്ങൾ ഒരുക്കി വയ്ക്കുന്നതുമെല്ലാം പാശ്ചാത്യ ലോകത്തിൽ കാണപ്പെടുന്നതായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി ക്രിസ്മസ് ഫാദർ വന്ന്
കുട്ടികളെ രസിപ്പിക്കുന്നതും സമ്മാനങ്ങൾ നൽകുന്നതും എല്ലാം എല്ലാവർക്കും സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒന്നായിട്ടും പാശ്ചാത്യ ലോകത്തിൽ തീർന്നിട്ടുണ്ട്. എന്നാൽ പൂർവ്വ ദേശങ്ങൾ എല്ലാം തന്നെ കിഴക്കൻ നാടുകളിൽ യേശുവിൻ്റെ തിരുജനത്തെ ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി ഡിസംബർ 1 മുതൽ 25 ദിവസങ്ങൾ ആഗമന കാലമായിട്ട് മാറ്റുകയും 25 നോയമ്പ് ആഘോഷിക്കുവാനായി എല്ലാവരും തന്നെ ദൈവസന്നിധിയിൽ ഒരുക്കപ്പെടുകയും ചെയ്തതായിട്ടുള്ള കാഴ്ചയൊക്കെ സർവ്വസാധാരണമായി നാം കാണുന്നത്. അത് വേദപുസ്തക പഠനത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും മനനത്തിൻ്റെയും ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ സമർപ്പിക്കുന്നതിൻ്റെയും ലോകത്തിൻ്റെ രക്ഷിതാവിനെ സ്വീകരിക്കുവാനായി എല്ലാവരും ഒരുങ്ങുന്നതായിട്ടുള്ള ഒരുക്കപ്പെടലിൻ്റെയും എല്ലാ ദിവസങ്ങളായിട്ടാണ് ഈസ്റ്റേൺ ചർച്ചസ് അത് വേർതിരിച്ച് ആചരിച്ച് വരുന്നത്. ഇന്ന് ക്രിസ്മസ് ആഘോഷത്തിലേക്ക് നമ്മളുടെ ചിന്തകൾ നയിക്കുന്ന സാഹചര്യത്തിൽ അതിനായി ഒരുക്കപ്പെടേണ്ട ആവശ്യകതയുണ്ട് എന്നത് ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മളുടെ ശരീരവും മനസ്സും ആത്മാവും എല്ലാം ഒരുക്കപ്പെടുന്ന അവസരത്തിലാണ് ദൈവസന്നിധിയിലുള്ള സന്തോഷത്തിൻ്റെ ഓഹരിക്കാരായി നമുക്കും തീരുവാനായിട്ട് ഇടയാവുന്നത്. ദൈവം ഈ ലോകത്തിന് നൽകിയ വലിയ സന്തോഷം ആണ് ക്രിസ്മസ് എന്നത്. യേശുവിൻ്റെ ജന്മത്തിങ്കൽ മാലാഖവൃന്ദം ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരെ അറിയിച്ചതായിട്ടുള്ള സദ്വാർത്തമാനത്തിലൂടെ നാം ഗ്രഹിക്കുന്നുണ്ട്. സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് ഘോഷിക്കുന്നു എന്നതൊക്കെ അവിടെ പറയുന്നതായിട്ടുള്ള വാക്കുകൾ. ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നതാണ് വിശുദ്ധ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിലൂടെ ലോകത്തെ അറിയിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയും ചെയ്യുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അവതരിക്കുവാൻ കോണം നൽകുന്നതിനായിട്ട് സ്വർഗസ്ഥ പിതാവ് ഈ ലോകത്തെ സ്നേഹിച്ചു എന്നതാണ് 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിലൂടെ വിശുദ്ധ യോഹന്നാൻ പറയുന്നതിനായിട്ട് താല്പര്യപ്പെടുന്നത്. ദൈവം സ്നേഹിച്ചതായിട്ട് ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ആക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യത്തെ മറക്കുവാനായിട്ട് ഇടയാവരുത്. ഈ ലോകത്തിൻ്റെ വിഷമതകളും വേദനകളും കഷ്ടതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം അഭിമുഖീകരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ തന്നെ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാകുന്നു. ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു എന്നുള്ളത്. ദൈവജനം ദൈവത്തോടെ മർദ്ദനിക്കുമ്പോഴും ദൈവജനം ഈ ലോകത്തിൽ പാപം ചെയ്യുമ്പോഴും ദൈവജനം ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് ദുഃഖം ഉളവാക്കുമ്പോഴും എല്ലാം സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ വെളിപ്പെടുത്തുന്നതിനായിട്ടാണ് തിരുവചനം പ്രത്യേകമായിട്ട് താല്പര്യപ്പെടുന്നത്. ഈ ലോകത്തെ അപ്രകാരം സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ ക്രിസ്മസ് നാളിൽ കണ്ടെത്തുവാൻ തക്കവണ്ണം നമുക്കും ഇടയായി തീരേണ്ടത് ആവശ്യമാകുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുമ്പോൾ തന്നെ അവൻ ലോകത്തിലുണ്ടായിരുന്നു എന്നത് പറയുവാൻ 1-ാം അധ്യായത്തിൽ തന്നെ പ്രത്യേകം താല്പര്യപ്പെടുന്നുണ്ട്. ദൈവം വചനമായിരുന്നു എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നതായിട്ട് വേദഭാഗത്തിലൂടെ അവൻ ഈ ലോകത്തിൽ ഉണ്ടായിരുന്നു എന്നത് പറയുന്നതിനായിട്ടും പ്രത്യേകം സമയവും സാഹചര്യവും ഒരുക്കുന്നു. അവൻ ഈ ലോകത്തിൽ ഉണ്ടായിരുന്നിട്ടും സ്വന്തക്കാരോ അവനെ അറിഞ്ഞില്ല എന്ന് പറയുവാൻ തക്കവണ്ണമാണ് തുടർന്നുള്ള വാക്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നത്. ഈ ലോകത്തിൽ സന്നിഹിതനായിരിക്കുന്ന ദൈവത്തെയും ഈ ലോകത്തിൽ ഇടപെടുന്നതായിട്ട് ദൈവത്തെയും ഈ ലോകത്തിൻ്റെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും സ്നേഹത്തോടുകൂടി ഇടപെടുവാനായിട്ട് താല്പര്യപ്പെടുന്നതായിട്ട് ദൈവത്തെയും മറന്നുകൊണ്ടുള്ള ഒരു ക്രിസ്മസ് ആചരണം ആർക്കും തന്നെ ഭൂഷണമല്ല എന്നതാണ് ഈ വേദഭാഗമെല്ലാം ഓർമ്മിപ്പിക്കുന്നത്. പിന്നെ ദൈവത്തിലേക്ക് നമ്മുടെ ദേഹവും ദേഹിയും ആത്മാവും ഒരുക്കപ്പെടുകയും തിരുജന്മത്തെ കൊണ്ടാടുന്നതിനായിട്ട് നാം താല്പര്യപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവം ഈ ലോകത്തിൽ ഉണ്ട് എന്നതിൽ, ദൈവം ഈ ലോകത്തിൽ ഇടപെടുന്നുണ്ട് എന്നുള്ളതിൽ, ദൈവത്തിൻ്റെ സ്നേഹം ഏത് പ്രയാസങ്ങളുടെ മധ്യത്തിലും വീണ്ടെടുക്കുവാൻ്റെ കോണം നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും എല്ലാം മനസ്സിലാക്കാനായിട്ട് ഇടയായിട്ട് തീരുമ്പോഴാണ് തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് നൽകിയ ദൈവ സ്നേഹത്തെ
ആഘോഷിക്കുവാൻ തക്കവണ്ണം ക്രിസ്മസിൻ്റെതായിട്ടുള്ള അവസരം നമുക്ക് സഹായമായിട്ട് തീരുന്നത്. ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് ക്രിസ്മസിലൂടെ നാം ആഘോഷിക്കുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിൽ രക്ഷിതാവായിട്ട് നൽകി എന്നതത്രേ നാം വായിച്ചതായുള്ള വേദവാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് ഇടയാവുന്നത്. ലൂക്കോസ് തൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്കിൽ പറയുന്നുണ്ട്, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായിട്ട് ജനിച്ചിരിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നത് ഈ ലോകത്തിന്റെ രക്ഷകനാണ്. ഈ ലോകത്തിന്റെ മശിഹായായിട്ട് വന്നതായിട്ട് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇത് അറിയിക്കുന്നതിനായിട്ടാണ് വിശുദ്ധ ലൂക്കോസ് ഈ സുവിശേഷത്തിലൂടെ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത്. ദൈവം അപ്രകാരം ഈ ലോകത്തിൽ ഇടപെടുന്ന വേളയിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെയും പങ്കാളിയാക്കുവാൻ താല്പര്യപ്പെടുന്നു എന്നതത്രേ ദൈവം കന്യകമറിയത്തെ വിളിച്ച് വേർതിരിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയാവുന്നത്. അവൾ കന്യകയായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചുവെന്നും പരിശുദ്ധാത്മാവിൽ ഗർഭവതിയായിട്ട് തീരും എന്നതുള്ള വാർത്ത ദൈവം അയച്ചതായുള്ള ഗബ്രിയേൽ ദൂതൻ മറിയെ അറിയിക്കുന്ന അവസരത്തിൽ അവൾ അത് കേട്ട് വളരെ ഭ്രമിക്കുന്നുണ്ട്. തൻ്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒന്നാണ് എന്നതൊക്കെ അത് വെളിവാക്കുന്നത്. എന്നാൽ അത് ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ദൈവ അവബോധമുണ്ടായിരുന്ന മറിയ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് തന്നെ വിധേയപ്പെടുത്തുകയും ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നത് വിശുദ്ധ ലൂക്കോസ് തന്റെ സുവിശേഷത്തിലൂടെ നമ്മെ അറിയിക്കുന്നുണ്ട്. ഈ കന്യക ജോസഫ് എന്ന തച്ചനായ ഒരു മനുഷ്യന് വിവാഹം നിശ്ചയിക്കപ്പെട്ടതായിട്ടുള്ള ഒരു കന്യകയായിരുന്നു. അപ്രകാരം വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ടാണ് അവർ വിവാഹിതരായിട്ട് തീരുന്നത്. എന്നാൽ ആ കാലം എല്ലാം തന്നെ ജോസഫ് ഭർത്താവായിട്ടും മറിയ ഭാര്യയായിട്ടും അവർ അന്യോന്യം അറിയുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതായിട്ട് പതിവ് അവിടെ ഉണ്ടായിരുന്നു. മറിയ ഗർഭിണിയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അവളെ ഉപേക്ഷിക്കുവാനായിട്ടാണ് തൻ്റെ സാമാന്യ ബുദ്ധിയിൽ ജോസഫിനെ ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ അവൻ നനച്ചിരിക്കുമ്പോൾ ദൈവം തൻ്റെ സന്ദേശം ജോസഫിനെ നൽകുകയാണ്. അവന് ഉറക്കത്തിൽ ദൈവത്തിൻ്റെതായിട്ടുള്ള അരുളപ്പാട് ഗ്രഹിപ്പാൻ ഇടയായിട്ട് തീരുന്നു. ജോസഫ്, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ നീ ശങ്കിക്കേണ്ട എന്ന ദൈവത്തിൻ്റെ അരുളപ്പാട് ജോസഫ് ഗ്രഹിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ തൻ്റെ ജീവിതത്തെ ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കുന്നതിന് ജോസഫും തയ്യാറാവുകയാണ് ചെയ്യുന്നത്. മറിയ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ജോസഫും മറിയെ ചേർത്തുകൊള്ളുവാൻ താല്പര്യപ്പെട്ട് ദൈവസന്നിധിയിൽ തന്നെ സമർപ്പിക്കുന്നത്. അങ്ങനെയുള്ള 2 വ്യക്തികളാണ് വിവാഹിതരായിട്ട് തീരുന്നത്. അവർ ഒരുമിച്ച് ജീവിപ്പാനൊക്കെയാണ് തുടർന്നുള്ള നാളുകളിൽ സാധ്യമായിട്ട് തീരുകയും ചെയ്യുന്നത്. ഇന്ന് വിവാഹിതരാകുന്ന ആളുകൾ എത്രമാത്രം ദൈവ വിളിയും നിയോഗവും സ്വീകരിച്ച് ഏറ്റവും വിശുദ്ധമായിട്ടുള്ള വിവാഹ ജീവിതത്തെ പ്രവേശിക്കുവാൻ തങ്ങളെ തന്നെ ഒരുക്കുകയും സമർപ്പിക്കുകയും ചെയ്യേണ്ട ആവശ്യകതയുണ്ട് എന്നത് ജോസഫും മറിയയും നമ്മെ പഠിപ്പിക്കുന്നതായിട്ടുള്ള പാഠമാണ്. അങ്ങനെയുള്ള ജീവിതത്തിലൂടെയാണ് രക്ഷയുടെ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നത് എന്നത് ക്രിസ്മസ് നമ്മെ അറിയിക്കുന്നതായിട്ടുള്ള മറ്റൊരു കൂടിയാണ്. അപ്രകാരം ദൈവം നമുക്ക് നൽകുന്ന ക്രിസ്മസിന്റെ സന്തോഷം ഉൾക്കൊള്ളുവാനൊക്കെയാണ് ദമ്പതികൾ വിവാഹിതരാകുവാൻ ഒരുങ്ങുന്നവർ, വിവാഹ നിശ്ചയം കഴിഞ്ഞവർ എല്ലാവരും ക്രിസ്മസ് നാളിൽ ഒരുക്കപ്പെടേണ്ടതും അപ്രകാരമുള്ള ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതും ആവശ്യമാണ് എന്നത് ഇത്തരണത്തിൽ നമുക്കെല്ലാവർക്കും ഓർക്കുന്നതിനായിട്ട് ഇടയാവട്ടെ. ബേത്ലഹേം വരെ യാത്ര ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ സെൻസസ് എടുക്കുവാനൊക്കെയാണ് ജോസഫും മറിയയും ദാവീദ് കുലത്തിൽപ്പെട്ടവരായതുകൊണ്ട് അവിടേക്ക് യാത്ര ചെയ്യുവാനായിട്ട് ഒരുങ്ങുമ്പോൾ മറിയ പൂർണ്ണ ഗർഭിണിയാണ്. യാത്ര ചെയ്യുവാനായിട്ടുള്ള പ്രയാസമുണ്ട്. അറിയാൻ പാടില്ലാത്തതായിട്ടുള്ള നാട്ടിലേക്ക് അവര് ബഹുദൂരം യാത്ര ചെയ്യുന്നതിനായിട്ട് ഒരുങ്ങുകയാണ്. ജോസഫാണ് ആ സാഹചര്യത്തിലെല്ലാം മറിയെ യാത്രയിൽ സഹായിക്കുവാനായിട്ട് കൂടെ നിൽക്കുന്നത്.
അവർ ഇരുവരും കൂടെ യാത്ര ചെയ്യുന്നു. അവിടെ ചെല്ലുമ്പോൾ തങ്ങൾക്ക് വസിക്കുന്നതിനായിട്ട് സത്രത്തിൽ ഇടമില്ലാതെ വരുന്നു. പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള മറിയയ്ക്ക് പ്രസവകാലം അടുക്കുന്ന അവസരത്തിൽ വേണ്ടിടത്തോളം സംരക്ഷണം നൽകുവാൻ തക്കവണ്ണം പറ്റിയതായിട്ടൊരു സ്ഥലം അവർക്ക് ലഭിക്കാതെ കാലിത്തൊഴുത്തിൽ കുഞ്ഞിനെ ജന്മം നൽകേണ്ടി വരുന്നതായിട്ടുള്ള ഒരു സാഹചര്യമൊക്കെയാണ് നമുക്ക് ഊഹിക്കുവാനായിട്ട് ഇടയാവുന്നത്. എവിടെ കുഞ്ഞ് ജനിച്ചു എന്നത് വ്യക്തമായി വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ തന്നെയും കുഞ്ഞിനെ വൈക്കോൽ മെത്തയിൽ കിടത്തി പശുത്തൊട്ടിയിൽ കിടത്തി എന്നതൊക്കെ നാം വേദപുസ്തകത്തിലൂടെ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലോകത്തിൽ പിറന്നു വീഴുന്നതായിട്ട് ഏത് കുഞ്ഞിനെ പോലെ ഈ ലോകത്തിലേക്ക് ജാതനായ ദൈവത്തിന്റെ പുത്രൻ പിറന്ന് വീഴുവാൻ തക്കവണ്ണം താൻ ഇറങ്ങി വന്നു എന്നത് ക്രിസ്മസ് നമ്മെ ഓർപ്പിക്കുന്നതായിട്ടൊരു സത്യമാണ്. ഈ ലോകത്തിൽ നമുക്ക് വേണ്ടാത്തതായിട്ടൊരു സ്ഥലമില്ല. ഈ ലോകത്തിൽ നമുക്ക് വേണ്ടാത്തതായിട്ടുള്ള ഒരു മക്കളില്ല. ഈ ലോകത്തിൽ നമ്മെ ദൈവത്തിനെ കാത്തു സൂക്ഷിക്കുവാൻ പറ്റാത്തതായിട്ടൊരു ഇടവുമില്ല. ഇതെല്ലാം ക്രിസ്മസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതായിട്ടുള്ള സത്യങ്ങളാണ്. ഈ സത്യങ്ങളെ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് ഇടയായിട്ട് തീരുന്നത് ദൈവവചനത്തെ ധ്യാനിക്കുകയും മനനം ചെയ്യുകയും ചെയ്യുന്നതായിട്ട് സാഹചര്യത്തിലാണ് എന്നതുകൂടി നമുക്ക് ഓർക്കാം. യേശു കുഞ്ഞ് പിറന്നതായിട്ടുള്ള അവസരത്തിൽ ആ വാർത്ത ആട്ടിടയന്മാരെ അറിയിക്കുന്നു എന്നത് നാം വായിക്കുന്നുണ്ട്. വെളിപ്രദേശത്തെ ആടുകളെ കാത്തുകൊണ്ട് രാത്രിയും പകലുമൊക്കെ ജീവിച്ചതായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, അവർക്ക് ആടുകളെ കാത്തു സൂക്ഷിക്കുക എന്നുള്ള ചുമതല രാത്രിയിലും ഈ ആടുകൾക്ക് ആവശ്യമായുള്ള മേച്ചസ്ഥലങ്ങൾ കണ്ടെത്തി അതിനെ വളർത്തുക, അതിനെ പരിപോഷിപ്പിക്കുക എന്നുള്ള ചുമതല പകൽക്കാലവും അവർക്കുണ്ടാകുമ്പോൾ ഉണ്ടാകാവുന്ന എല്ലാ പ്രയാസ സാഹചര്യങ്ങളിലും ആടുകളെ സുരക്ഷിതമായി വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. യേശുക്കുഞ്ഞ് പിറന്നതിന് ശേഷം ജോസഫിനും മറിയയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നതായിട്ട് സാഹചര്യം ഏകദേശം അതുപോലെ തന്നെയാകുന്നു. അവ മിസ്രൈമിലേക്ക് യാത്ര ചെയ്യുവാനായിട്ട് ഇടയായിട്ട് തീരുന്നത് തന്റെ രാജ്യത്തെ ഒരു രാജാവ് പറഞ്ഞിരിക്കുന്നു എന്ന് ഹെരോദാവ് കേട്ട് ഭയപ്പെട്ട് 2 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങളെയെല്ലാം കൊല്ലുവാനായിട്ട് ആജ്ഞ പുറപ്പെടുവിച്ചതായിട്ടുള്ള അവസരത്തിലാകുന്നു. അങ്ങനെ അവർ മിസ്രൈമിൽ കുഞ്ഞിനെ കാത്തു സൂക്ഷിക്കുകയും ഹെരോദാവ് മരിച്ചതിന് ശേഷം അവർ പിന്നീട് ഗലീല പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുവാനായിട്ട് ഇടയാവുകയും ചെയ്യുന്നു. ജീവിതത്തിൽ എടുക്കേണ്ടി വരുന്നതായുള്ള വിഷമ സാഹചര്യങ്ങള്, പ്രയാസങ്ങള്, പ്രതിസന്ധികള് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടും ദൈവകൃപ തങ്ങളോടുകൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കി അത് ഏറ്റെടുത്തുകൊണ്ടും ജീവിതത്തിൽ മുന്നേറുന്നതായിട്ടുള്ള ദമ്പതികളെയാണ് നമുക്ക് കാണാനായിട്ട് ഇടയാവുന്നത്. 2 പേർ ഒരുമിച്ച് വിവാഹിതരായിട്ട് തീരുമ്പോൾ അന്യോന്യം ഭാരങ്ങളെ ചുമക്കുകയും സുഖ ദുഃഖങ്ങളെല്ലാം പങ്കാളിത്തം വഹിക്കുകയും പാരസ്പര്യതയോടുകൂടി അവർ ഒന്നാകുന്നു എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് അവരുടെ വിവാഹ ജീവിതത്തിൽ ജാതമാകുന്ന കുഞ്ഞുങ്ങൾക്കും സുരക്ഷിതരായിട്ട് സന്തോഷമായിട്ട് വളർന്നു വരുവാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. ഈ ഒരു അവസരം സൃഷ്ടിക്കുക എന്നത് കുഞ്ഞുങ്ങൾ ജനിക്കുന്നതായിട്ടുള്ള മാതാപിതാക്കളുടെ ചുമതലയും ഉത്തരവാദിത്വമാണ് എന്നത് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു എന്നത് ദൂതന്മാർ ആട്ടിടയന്മാരോട് പറയുമ്പോൾ അവരോട് മാത്രമല്ല ഈ ലോകത്തുള്ള എല്ലാവരോടും ഈ സദ്വർത്തമാനം അറിയിക്കുവാനൊക്കെയാണ് ക്രിസ്മസ് ഒരു വേദിയായിട്ട് തീരുകയാണ് എന്നതും ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ സഭ സുവിശേഷ വിവിധ സഭയായിട്ട് നിലകൊള്ളുന്നത് ദൈവമിത്രാവായ യേശു ക്രിസ്തുവിൽ നൽകപ്പെട്ടിരിക്കുന്നതായുള്ള സുവിശേഷം നമുക്ക് മാത്രമുള്ളതല്ല, അത് സകല ജനത്തിനുമുള്ള മഹാസന്തോഷമാണ് എന്നത് മനസ്സിലാക്കി അത് അറിയിക്കുവാനൊക്കെയാണ് ഈ സഭ താല്പര്യപ്പെടുന്നത് കൊണ്ടാണ് ലോകത്തിന്റെ രക്ഷിതാവായി ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവലായി സംജാതനായ സാഹചര്യത്തെ കൊണ്ടാടുന്നതായുള്ള ക്രിസ്മസ് വേളയിൽ സുവിശേഷ വിവിധ സഭയായിട്ടുള്ള നമ്മുടെ സഭാംഗങ്ങൾ എല്ലാവരും തന്നെ സുവിശേഷ പ്രവർത്തനങ്ങൾ താല്പര്യമുള്ളവരായി യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവരോട് അത് അറിയിക്കുന്നവരായി അനേകരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുന്നവരായി അങ്ങനെ ദൈവരാജ്യത്തിന്റെ അവകാശികളായി ഏവരെയും തീർക്കുന്ന
കൊടുക്കുന്നവരായി തീരുമാനമാണ് പ്രതിജ്ഞ ചെയ്യേണ്ടതായിട്ടുള്ള വേള കൂടിയാണ്. 2020 ക്രിസ്മസ് ആഘോഷിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിനും ആഴത്തിൽ പഠിക്കുന്നതിനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ദൈവത്തിന് നമ്മെ കൊണ്ട് ആവശ്യമുണ്ട് എന്നത് മനസ്സിലാക്കാം. ദൈവകരങ്ങൾ നാം ദൈവത്തിൻ്റെ ഇണങ്ങിയ ഉപകരണങ്ങളായി തീരുന്ന സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും അനുഗ്രഹിക്കാൻ നമുക്കിടയായിട്ട് തീരുന്നു എന്നത് മാത്രമല്ല, അനുഗ്രഹത്തിന് മുഖാന്തരമായി ഈ ലോകത്തിൽ ദൈവമക്കളായിട്ട് ജീവിക്കാനായിട്ട് ഒരു അവസരം നമുക്ക് നൽകുകയും ചെയ്യുന്നു. ഇതെത്രയോ ഭാഗ്യകരമായിട്ടുള്ള ജീവിതമാണ്, ഇതെത്രയോ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതമാണ്, ഇതെത്രയോ ജീവിതത്തിൽ സമാധാനം നൽകുന്നതായിട്ടുള്ള ഒരു ജീവിതമാണ്. ഈ വലിയ ഭാഗ്യവും സന്തോഷവും സമാധാനവും അനുഭവിക്കുന്ന ഒരു വേളയായി നമ്മളുടെ ക്രിസ്മസ് തീരട്ടെ എന്നത് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ക്രിസ്മസിന്റെ മംഗളങ്ങൾ ഞാൻ നേരുകയും ദൈവം നമ്മെ പ്രവേശിപ്പിക്കുന്ന പുതിയ സംവത്സരം നമുക്ക് അനുഗ്രഹീതമായ വർഷമായി തീരുവാൻ കർത്താവ് കൃപ നൽകുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുമസ് ദൈവസ്നേഹത്തിന്റെ നിദർശനമാണ്. തൂമഞ്ഞ് പെയ്യുന്ന രാവിൽ പാൽ പുഞ്ചിരി വിടർത്തും പൈതലിനെ മാലാഖ വൃന്ദത്തോടൊപ്പം പാടി സ്തുതിക്കാം. The sparkling star of the heaven has come amidst us to wipe away the darkness from the world. Let us invite our Sakyam friends for a mellifluous song titled വിണ്ണിൽ മിന്നിടും. വിണ്ണിൽ മിന്നിടും താരകങ്ങളും താണിറങ്ങി വന്നിടുന്നുവോ, വാനിൽ നിന്നൊരു ദിവ്യഗാനവും ഭൂമിയിൽ നിന്നു കേട്ടിടുന്നുവോ. വിണ്ണിൽ മിന്നിടും താരകങ്ങളും താണിറങ്ങി വന്നിടുന്നുവോ, വാനിൽ നിന്നൊരു ദിവ്യഗാനവും ഭൂമിയിൽ നിന്നു കേട്ടിടുന്നുവോ. ദൂരത്തു നിന്നുമാ വിദ്വാൻമാർ കാഴ്ചയായി രാജാധിരാജൻ സന്നിധി. സ്നേഹരൂപനാ നീതി സൂര്യനാ
ഈ രാവിൽ സ്നേഹരൂപനായി നീതി സൂര്യനായി ജീവനാഥനായി ഈ രാവിൽ ജാതനായി വിണ്ണിൽ മിന്നിടും താരകങ്ങളും താണിറങ്ങി വന്നിടുന്നുവോ വാനിൽ നിന്നൊരു ദിവ്യഗാനവും ഭൂവിൽ നിന്നു കേട്ടിടുന്നുവോ ദിവ്യ വെളിച്ചം പെയ്തിറങ്ങുന്ന ശാന്തസുന്ദര രാത്രിയിൽ യേശുകുഞ്ഞിനെ ദർശിക്കുവാൻ പ്രാർത്ഥനയോടെ നമുക്കൊരുങ്ങാം. Let us sing along with the angels, glorifying our newborn King. Come, let us adore him on bended knees. സംഗീത സാന്ദ്രമായ ക്രിസ്മസ് രാവിൽ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ അവതരിപ്പിക്കുന്ന ദൃശ്യാവിഷ്കാരത്തോടൊപ്പം മനോഹരമായ ഒരു ഗാനവും നമുക്ക് ശ്രവിക്കാം. Angels we have heard on high, sweetly singing on the plains, and the mountains in reply, echoing their joyous strains. Shepherds, why this jubilee? Why your joyous strains prolong? What the gladsome tidings be, which inspire your heavenly song? Gloria in excelsis Deo. Gloria in excelsis Deo. See him in the manger laid, whom the choirs of angels praise. Mary, Joseph, lend your aid, while our hearts in love we raise. Gloria in excelsis Deo.
ആകാശവീഥിയിൽ ആനന്ദ നൃത്തമാടുന്ന താരകങ്ങളോടൊപ്പം ചേർന്ന് നമുക്കും ഉല്ലസിക്കാം. നമ്മെ സന്ദർശിച്ചിരിക്കുന്ന ഉദയത്തെ കൃതജ്ഞതാഭരിതമായ ഹൃദയത്തോടെ വരവേൽക്കാം. ഈ രാത്രിയെ അവിസ്മരണീയമാക്കി തീർത്ത ഏവരോടുമുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി നമ്മുടെ ഇടവക സെക്രട്ടറി മിസ്റ്റർ ജോർജ് ചെറിയാനെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മഹാമാരിയായ കോവിഡ്-19 കാലത്തും നമ്മെ അത്ഭുതകരമായി വഴി നടത്തുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കാം. ഈ കോവിഡ് പശ്ചാത്തലത്തിലും നമ്മുടെ ഇടവകയ്ക്ക് ഈ രീതിയിൽ ഒരു ക്രിസ്മസ് കാരൽ സർവീസ് നടത്തുവാൻ കൃപ തന്ന ദൈവത്തിന് ആദ്യമേ നന്ദി അർപ്പിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി മാത്യു വർഗീസ് അച്ഛനാണ് നമുക്ക് വേണ്ടുന്ന ആലോചനകളും ഉപദേശങ്ങളും നൽകി നമ്മെ വഴി നടത്തുന്നത്. കഴിഞ്ഞ 3.5 കൊല്ലമായി നമ്മുടെ ഇടവകയെ ചടുലമായി നയിക്കുന്ന നമ്മുടെ അച്ഛന് ഇടവകയുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ കൊച്ചമ്മയും ശ്രുതിയും സംഗീതവും ഇടവകയുടെ എല്ലാ കാര്യങ്ങളിലും സജീവമായി പങ്കെടുത്ത് നമ്മെ ധന്യരാക്കുന്നു. ഇന്നത്തെ മുഖ്യ സന്ദേശം നൽകിയത് നമ്മുടെ അഭിനവ മെത്രാപ്പൊലിത്ത ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്തയാണല്ലോ. തിരുമേനിയോട് അച്ഛൻ ഈ കാര്യം പറഞ്ഞപ്പോൾ സസന്തോഷം സ്വീകരിച്ച് ഇന്ന് വളരെ ചിന്തോദ്ദീപകമായ വചന ശുശ്രൂഷയിലൂടെ നമ്മെ ധന്യരാക്കിയ മെത്രാപ്പൊലിത്ത തിരുമേനിയോടുള്ള നന്ദിയും കൃതജ്ഞതയും അറിയിച്ചു കൊള്ളട്ടെ. ബഹുമാനപ്പെട്ട ജോൺ ബി ഉമ്മനച്ചൻ സെൻറ്റ് പോൾസ് കുടുംബത്തിലെ ഒരംഗം തന്നെയാണ്. തൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിച്ച അച്ഛനോടുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. പൊന്നുമംഗലം ഇടവക വികാരി കെ ഫിലിപ്പോസ് അച്ഛൻ പ്രാർത്ഥനയും ആശീർവാദവും നൽകി നമ്മെ അനുഗ്രഹിച്ചു. നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഏത് കാരൽ സർവീസിൻ്റെയും ജീവനാടി ഇടവക കൊയറും സംഘടനകളുമാണ്. ഇടവക കൊയർ 3 ഗാനങ്ങളിലൂടെ നമ്മെ ധന്യരാക്കി. കൊയർ മാസ്റ്റർ ഡോക്ടർ എബ്രഹാം ജോഷിയോടും എല്ലാ കൊയർ അംഗങ്ങളോടുമുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ സൺഡേ സ്കൂളും യുവജന സഖ്യവും തങ്ങളുടെ ഗാനങ്ങളാൽ ഈ സന്ധ്യ അനുഗ്രഹീതമാക്കി തീർത്തു. നന്ദി. ഇന്ന് സ്വാഗത പ്രസംഗം ചെയ്ത ഇടവകയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ കുരുവിള ഐസക്, വേദഭാഗം വായിച്ച ശ്രീ സുജയ് ജോർജ്, മാസ്റ്റർ ഏറൺ ബിജു, ശ്രീമതി പ്രീതി ജോൺ, ഈ പ്രോഗ്രാം കമ്പയർ ചെയ്ത ശ്രുതി ജീന, ഇവരോടുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. കോവിഡ് കാലത്ത് ഇങ്ങനെ ഒരു വെർച്വൽ കാരൽ സർവീസ് നടത്തുവാൻ അക്ഷീണം യത്നിച്ച ശ്രീ തോമസ് പി ജോൺ, സുഹൃത്തുക്കളായ നിഖിൽ, അദ്വൈത്, ഇവരോടുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ സെക്സ്റ്റൺ അനി എല്ലാ ഭവനങ്ങളും സന്ദർശിച്ച് ക്രിസ്മസ് കവറുകൾ എത്തിച്ചു. വിലപ്പെട്ട സേവനം നൽകിയ അനിയോടുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദിയും കൃതജ്ഞതയും അറിയിച്ചുകൊണ്ട് മംഗളകരമായ ഒരു ക്രിസ്തുമസും നവവത്സരവും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വറ്റാത്ത ഉറവ പോലെ നമ്മിലേക്ക് ഒഴുകി വന്ന ദൈവകാരുണ്യത്തിന്റെ മഹിമയെ പൂർണ്ണ ഹൃദയത്തോടെ ഉൾക്കൊള്ളാം. ഓരോ ക്രിസ്തുമസും നമ്മെ ദൈവസ്നേഹത്തിന്റെ നിറവാൽ ധന്യരാക്കട്ടെ. സമാപന പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനുമായി റെവറൻ കെ ഫിലിപ്പോസ് അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. മനുഷ്യരായ ഞങ്ങളെ തേടി ലോകത്തിൽ വന്ന് ഞങ്ങൾക്കായി മരിച്ച് ഞങ്ങളെ സ്വർഗീയ കൃപകൾക്ക് ഉടമ്പളാക്കുവാൻ സ്വന്തം പുത്തൻ ലോകത്തിലേക്ക് ഞങ്ങളുടെ പിതാവായ ദൈവമേ, ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ ദിവസങ്ങളിൽ അവിടുത്തെ മക്കളെ അടിയങ്ങൾക്കും ചേർന്ന് വന്ന് ഈ സന്ധ്യയിൽ ആരാധനയിൽ ഞങ്ങളെ അർപ്പിക്കുവാൻ, പാട്ടുകൾ പാടുവാൻ, വചനം ധ്യാനിപ്പാൻ, വചനം കേൾക്കുവാൻ, ഈ സ്നേഹബന്ധത്തിൻ്റെ വിശുദ്ധി പങ്കിടുവാൻ അവിടുന്ന് ഒരുക്കിയ അനുഗ്രഹകരമായ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൽ മുഴുവൻ അവിടുത്തെ ആരാധിക്കുന്ന സർവ്വസംഘത്തോടും ചേർന്ന് സ്വർഗീയ ദൂതന്മാരുടെയും മാലാഖമാരോടും ചേർന്ന് ഞങ്ങൾക്കും ഈ അർപ്പണ ദിവസങ്ങളെ തരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു.
ലോകത്തെ സ്നേഹിച്ച് സ്വന്തം പുത്രൻ നൽകി. ഇന്നും ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, കുടുംബ ജീവിതത്തിൻ്റെ വിശുദ്ധിയെ സൂക്ഷിപ്പാൻ, ആ കുടുംബത്തിൻ്റെ ഐക്യത്തിലൂടെ അവിടുന്ന് ലോകത്തിന് കൊടുക്കുന്ന രക്ഷയുടെ സന്ദേശം അറിഞ്ഞ് അനുഭവിച്ച് പങ്കിടുവാൻ, അങ്ങനെ ഞങ്ങളിൽ ക്രിസ്തുമസിൻ്റെ സന്തോഷം പൂർണ്ണമാകുവാൻ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ലോകം മുഴുവൻ ഭയത്തിൽ ആയിരിക്കുമ്പോൾ അവിടുന്ന് മാത്രമാണ് പ്രത്യാശ നൽകി തരുന്നത്. അതറിയുവാനും അടിയങ്ങളുടെ കണ്ണുകളെ തുറക്കണമെന്ന് ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉപജീവനത്തിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി മനുഷ്യൻ സമരം ചെയ്യേണ്ടി വരുന്ന ഈ ലോകത്തിൽ അവിടുന്നാണ് വിടുതലിൻ്റെ പ്രത്യാശയുടെ ദൈവം. ഈ ക്രിസ്മസ് നാളുകളിൽ അവിടുത്തെ പരിശുദ്ധ സഭ ആ വിടുതലിനെ ഘോഷിപ്പാനും പ്രഘോഷിപ്പാനും പഠിപ്പിക്കുവാനും ഉറയ്ക്കുവാനും സഹായിക്കണമേ. ഈ സന്ധ്യയ്ക്ക് ഞങ്ങൾ കൂടിയിരുന്ന അവിടുത്തെ വാത്സല്യ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളോട് സുവിശേഷിച്ച വചനം പങ്കിട്ട പരിശുദ്ധ പിതാവിൻ്റെ നേതൃത്വത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഇടവകയെ ശുശ്രൂഷിക്കുന്ന ഞങ്ങളുടെ അച്ഛനും കുടുംബത്തിനായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ തിരുമേനിമാർക്ക് വേണ്ടി നന്ദി പറയുന്നു. ഇന്ന് ഈ ശുശ്രൂഷയിൽ വിവിധങ്ങളായ ഇടങ്ങളിൽ സഹകരിക്കുന്ന അവിടുത്തെ പ്രിയപ്പെട്ട മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. വെറും കേൾവിയും കാഴ്ചയും മാത്രമാകാതെ ആരാധനയുടെ അർപ്പണമായിരിക്കാൻ ബേത്ലഹേമിൽ എത്തി അവിടുത്തെ മുമ്പിൽ അർപ്പിച്ച വിശുദ്ധരെ പോലെ, ഇടയന്മാരെ പോലെ, വിജ്ഞാനികളെ പോലെ ഞങ്ങളും അവിടുത്തെ മുമ്പിൽ പരിപൂർണ്ണം അർപ്പിച്ച് ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷകളെ അവിടുന്ന് മാനിക്കണമേ. ലോകത്തിലെമ്പാടും അവിടുത്തെ സ്നേഹം പ്രഘോഷിപ്പാൻ ഞങ്ങളെ അവിടുത്തെ ആത്മാവ് സഹായിക്കുകയും ചെയ്യണമേ. വീണ്ടും വരുന്നവനായ ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ലോകത്തെ സ്നേഹിച്ച് സ്വന്തം പുത്രൻ ലോകത്തിലേക്ക് അയച്ച പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും, പിതാവിൻ്റെ ഹിതം പൂർത്തിയാക്കുവാൻ സ്വന്തം ജീവൻ നൽകി ലോകത്തിനു വേണ്ടി ബലിയായി തീർന്ന പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും, ലോകത്തെ ഇന്നുമെന്നും പരിപാലിച്ച് പിതാവിന് ഹിതമായി അർപ്പിപ്പാൻ നമ്മോടൊപ്പമുള്ള പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും ആശീർവാദവും നമ്മോടുകൂടി നിലനാളുകൾ നമ്മെ അനുഗ്രഹകരമായി കാത്തെ പരിപാലിച്ച് സൂക്ഷിക്കുമാറാകട്ടെ. Before we conclude this carol, let us all sing with one accord. Till this time, the choir alone was singing. Now it's the time for all of you to join the singing. The heaven was brought close to the earth through the birth of Jesus. With angels singing and shepherds watching, the peaceful Christmas tidings of joy for all people at the birth of Son of God was proclaimed. Here, the choir presents to you the all-time greatest, the favorite song of Christmas across cultures and boundaries. Silent night, holy night. Holy night,
We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. Good tidings to you wherever you are. Good tidings for Christmas and a Happy New Year. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. It's Christmas, the season of joy, love, and peace. Let's forget the pain, hatred, fear, and worry, and all the negative things that happened this year. Not just for this day, but forever. It's a time to move on. May this year be more promising than the year before. Spread the happiness all around you. Wish you a blessed Christmas and a prosperous New Year. Thank you.